ഞാനാണെങ്കിൽ എല്ലാരെയും കഴിഞ്ഞും കാശ് കുറച്ചാ പാല് കൊടുക്കുന്നത്. ഓ, എന്തൊരു കഷ്ടപ്പാടാ. എനിക്കങ്ങനെ കാശൊന്നും കടമായിട്ടൊന്നും കൂട്ടി വെക്കുന്നതൊന്നും ഇഷ്ടമില്ല. ഇതിപ്പോ രാവിലെ ഞാൻ പലചരക്ക് കടയിൽ പോയി ഒരു മാസത്തെ കാശ് കൊടുത്ത് തീർത്തിട്ടാ വരുന്നത്. അവിടെ മാസത്തിൽ ഒന്നാ പൈസ കൊടുക്കുന്നതേ. അപ്പൊ രാവിലെ എനിക്ക് മുട്ടിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. പിന്നെ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റി വരാത്തതുകൊണ്ട് രാവിലെ പോയി അവന്റെ കാശും കൊടുത്ത് വന്നതേ ഉള്ളൂ. കുറച്ചു നേരം ആയുള്ളൂ വന്നിട്ട്. അതിപ്പോ ചേച്ചിയുടെ ആമക്കൾ രണ്ടുപേരും രാവിലെ എല്ലാ ദിവസവും അതിലെ കൂടെ അല്ലേ ജോലിക്ക് പോകുന്നത്. അവര് കൊടുത്തോടിയല്ലേ. ചേച്ചി എന്തിനാ വെറുതെ അവിടം വരെ ഈ കാശ് കൊടുക്കാനായിട്ടൊക്കെ. ഇപ്പൊ ഞാനുണ്ടല്ലോ ഭവാനി. ഏ ഞാനുള്ളപ്പം പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നതല്ലേ നല്ലത്. അല്ല, രമ മിനിഞ്ഞാന്ന് ആശുപത്രി പോയപ്പം ചേച്ചീനെ അവിടെ കണ്ടെന്ന് പറഞ്ഞു. എന്താ പറ്റിയ, സുഖമില്ലേ? അത് മൂത്തവന് ചെറിയൊരു പനിക്കോള്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു പനിയും ഒരു തുമ്മലും ഒക്കെ. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് കുഴപ്പമുണ്ടായിട്ട് പോയതല്ലേ, ചെറുക്കനെ കൊണ്ട് പോയതാന്നേ. പിന്നെ വരുന്ന വഴിക്ക് അവന്റെ മുടിയൊക്കെ ഒന്ന് മുറിച്ച് ഇങ്ങ് പോന്നു. അല്ല, ചേച്ചിയുടെ മൂത്ത മകന് ഇപ്പൊ വയസ്സെത്രയായി? അവന് ഈ ചിങ്ങത്തിന് 38 വയസ്സ് തികയും. എന്നാ ഭവാനി ചോദിച്ചേ? അല്ല, ഈ 38 വയസ്സൊക്കെ ആയ മകൻ തന്നെ ആശുപത്രി പോയി മരുന്നൊക്കെ വാങ്ങിക്കോളൂലേ. ചേച്ചി എന്തിനാ ഈ പോയി കഷ്ടപ്പെടുന്നേന്ന് ഓർത്ത് ചോദിച്ചതാ. അല്ലേ, എനിക്കെന്ത് കഷ്ടപ്പാട്? എന്റെ മകനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും അത്ര വലിയ കഷ്ടപ്പാടാ? അവനുണ്ടായപ്പോ മുതൽ അവൻ എന്ത് അസുഖം വന്നാലും ഞാൻ തന്നെ അവനെ കൊണ്ടുപോയിട്ട് മരുന്ന് മേടിക്കുന്നത്. അതിപ്പം ഇച്ചിരി വലുതായെന്നും പറഞ്ഞ് ഇപ്പം ആശുപത്രി തന്നെ വിട്ടാൽ ശരിയായി അല്ലെന്ന് എല്ലാം ഒന്നും പറഞ്ഞൊന്നും മരുന്നൊന്നും മേടിക്കൊന്നും ഇല്ല.